സുഖവും സന്തോഷവും ധൈര്യവും. നിങ്ങളാരെ വിട്ടു? ഭഗവാനെ വിട്ടു നിങ്ങൾ. അപ്പം പിന്നെ നിങ്ങളുടെ കൂടെ എങ്ങനെയാണ് ഭഗവാൻ ഉണ്ടായാലും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്? നേരെ മറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ട് കൂടെ ഭഗവാനുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാനും സാധിക്കും, വിടാനും സാധിക്കും. നമ്മുടെ മനസ്സ് വളരെ ഫ്രീ ആയി തീർന്നു പ്രിയാണ്. ഇങ്ങനെ നമ്മുടെ ജീവിതം നമുക്ക് കൊണ്ടു നടക്കാൻ സാധിച്ചാൽ ആ ജീവിതത്തെയാണ് യജ്ഞം എന്ന് പറയുന്നത്. അപ്പം യജ്ഞത്തിൽ പ്രധാനമായി 3 കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ട് യജ്ഞം നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ. ഒന്നാമത്തത് എന്താണ്? ദ്രവ്യങ്ങളൊക്കെ സംഘടിപ്പിക്കണം. സമർപ്പിക്കണമെങ്കിൽ ദ്രവ്യങ്ങൾ വേണമല്ലോ. അപ്പം എടുക്കണം, തീർച്ചയായിട്ടും നമ്മൾ സംഘടിപ്പിക്കേണ്ടതുണ്ട്. അതിനെയാണ് നമ്മൾ എന്താണ് കർമ്മത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്, എടുക്കുക എന്നുള്ളത്, കലക്ഷൻ. രണ്ടാമത്തത് എടുക്കുക മാത്രമല്ല, ഹോമകുണ്ഡത്തിലേക്ക് സമർപ്പിക്കുക എന്നുണ്ട്. സാധനങ്ങളൊക്കെ കൊണ്ടുവന്നാൽ സമർപ്പിക്കണം. നിങ്ങൾക്കൊരു ഹോമം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ സംഘടിപ്പിക്കണ്ടേ? വേണ്ടയോ? അപ്പം സംഘടിപ്പിക്കണം, ഉണ്ടാക്കണം. ആദ്യം പ്രൊഡക്ഷൻ വേണം, സംഘടിപ്പിക്കണം. രണ്ടാമത്തത് കൊണ്ടുവന്നതിനെ സമർപ്പിക്കണം. മൂന്നാമത്തത് അതിൽ നിന്നും കിട്ടുന്ന പ്രസാദം പങ്കുവെക്കേണ്ടതുണ്ട്. അപ്പം ആദ്യം സംഘടിപ്പിക്കുക, പിന്നീട് സമർപ്പിക്കുക, പിന്നീട് പങ്കുവെക്കുക. അപ്പം ലോക ജീവിതം സുഖകരമായി തീരണമെങ്കിൽ ഈ 3 തീർച്ചയായിട്ടും ഉണ്ടായേ പറ്റുള്ളൂ. അത്യന്താപേക്ഷിതമാണ്. ഏതെല്ലാം? സംഘടിപ്പിക്കണം, സമർപ്പിക്കണം, പങ്കുവെക്കണം. യജ്ഞത്തിൻ്റെ സ്വഭാവം ഇതാണ് ശരിക്കും. സംഘടിപ്പിക്കുക, സമർപ്പിക്കുക, പങ്കുവെക്കുക. ഇനി നമ്മളതിനെ ഒന്ന് വിശാലമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൻ്റെ വലിയ രഹസ്യങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. സംഘടിപ്പിക്കുന്നു, സമർപ്പിക്കുന്നു, പങ്കുവെക്കുന്നു. ഇപ്പം നിങ്ങൾ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു, നിങ്ങളതിനെ ആഹാരമാക്കി എന്ത് ചെയ്യണു? സമർപ്പിക്കുന്നു, ഉള്ളിലേക്ക് സമർപ്പിക്കുന്നു. ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ അതെല്ലാം പലയിടത്തേക്കുമായി പങ്കുവയ്ക്കപ്പെടുന്നു. അങ്ങനെയാണല്ലോ നടക്കുന്നത്. സംഘടിപ്പിക്കുന്നു, സമർപ്പിക്കുന്നു, കൊടുക്കുന്നു. ഈ പ്രപഞ്ചം മുഴുവൻ ഈ രീതിയിലാണ് നടക്കുന്നത്. സംഘടിപ്പിക്കുക, സമർപ്പിക്കുക. ഇപ്പം കടലിലേക്ക് വെള്ളം മുഴുവൻ സംഘടിപ്പിക്കപ്പെട്ടു, അത് സൂര്യരശ്മിയിലേക്ക് സമർപ്പിക്കപ്പെട്ടു. സൂര്യരശ്മി അതിനെ കൊണ്ടുപോയി വീണ്ടും അതിനെ ഒരു സ്ഥലത്തേക്ക്, കടലിലേക്ക് മാത്രമല്ല കൊടുക്കുന്നത്, അതിനെ പലയിടത്തേക്കുമായിട്ട് പങ്കുവയ്ക്കപ്പെട്ടു. അങ്ങനെയല്ലേ പ്രപഞ്ച വ്യവസ്ഥ നടക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസ്സിലും ഇതേ സംസ്കാരം നമ്മൾ കൊണ്ടു നടന്നാലോ? സംഘടിപ്പിക്കണം, സമർപ്പിക്കണം, പങ്കുവെക്കണം. ഈ രീതിയിൽ നമ്മുടെ ജീവിതം കൊണ്ടു നടക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മളെന്നും പരമാനന്ദത്തിൽ ജീവിക്കാൻ സാധിക്കും. എന്നും പരമാനന്ദത്തിൽ ജീവിക്കാൻ സാധിക്കും. സംഘടിപ്പിക്കണം, സമർപ്പിക്കണം, പങ്കുവെക്കണം. ഏതിനെയൊക്കെ നമ്മൾ സംഘടിപ്പിക്കണം? ജീവിക്കാൻ നമുക്ക് എന്തൊക്കെ വേണം? അറിവ് വേണം, സമ്പത്ത് വേണം, പലതും വേണമല്ലോ. ഇതൊക്കെ നമുക്ക് സംഘടിപ്പിക്കാനും സാധിക്കണം. ഇതൊക്കെ നമുക്ക് ആരിൽ സമർപ്പിക്കാൻ പറ്റണം? ഇതെല്ലാം എനിക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചത് ഇത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണെന്ന് ബോധിച്ചുകൊണ്ട് ഭഗവാനിൽ സമർപ്പിക്കാനും സാധിക്കണം. അങ്ങനെ സംഘടിപ്പിച്ച സാധനം കൊടുക്കാനൊരു നല്ലൊരു മനസ്സുണ്ടെങ്കിൽ ആ വ്യക്തികളെ സംബന്ധിച്ച് അവർക്കെന്നും ജീവിതത്തിൽ സന്തോഷം തന്നെയാണ്. ഈ ശരീരം സംഘടിപ്പിക്കപ്പെട്ടതാണോ? ഒരു അച്ഛനും അമ്മയും ചേർന്ന് പ്രകൃതി ശക്തികളെ കൊണ്ട് സംഘടിപ്പിക്കപ്പെട്ടതാണോ? ഒരാളുടെ മാത്രം കഴിവുകൊണ്ടാണ് ഉണ്ടായത്? അല്ല. ഇത് നമുക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതിനെന്ത് വേണം? നല്ല സേവനങ്ങൾക്ക് വേണ്ടി പങ്കുവെച്ചു കഴിഞ്ഞാലോ ജീവിതം ഉത്കൃഷ്ടമായി തീരില്ലേ? എന്നാൽ ഈ ജീവിതത്തിൽ നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കും. അതെന്താണത്? സംഘടിപ്പിക്കുക, സമർപ്പിക്കുക, പങ്കുവെക്കുക. ഈ പങ്കുവെക്കുക എന്നുള്ള സ്വഭാവത്തെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് അത് എനിക്ക് മാത്രം എന്നുള്ള രീതിയിൽ അങ്ങോട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ അതിനെയാണ് സ്വാർത്ഥത എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രകൃതിയിൽ 2 തരം ജീവിതങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്ന് സ്വാർത്ഥതയുള്ള ജീവിതവും നിസ്വാർത്ഥതയുള്ള ജീവിതവും. ആരാണോ പങ്കുവെക്കാൻ മടിയില്ലാത്തത് അവര് സ്വാർത്ഥന്മാരാണോ? നിസ്വാർത്ഥന്മാരാണ്. ആരാണോ പങ്കുവെക്കാൻ മടിയുള്ളവർ അവരാണ് സ്വാർത്ഥന്മാർ.
അതുകൊണ്ടായിരിക്കാം നമ്മുടെ ഋഷീശ്വരന്മാർ ദേവന്മാരെയും അസുരന്മാരെയും കൊണ്ടുവന്നിരിക്കുന്നത്. ദേവൻ അസുരൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അർത്ഥം ഇങ്ങനെ എടുക്കരുത്. വെളുത്ത് നല്ല ദേഹം, എന്താണ്, ക്ലീൻ ഷേവ് ചെയ്തിരിക്കുന്ന പാർട്ടികൾ, കിരീടം വെച്ചിരിക്കുന്ന പാർട്ടികളൊക്കെ ദേവന്മാർ. ആഫ്രിക്കയിലുള്ള ആളുകൾ നല്ല കറുത്ത നല്ല മുട്ടാളന്മാരായിട്ട് കൊടുവാളും കൊണ്ട് നടക്കുന്ന അങ്ങനെയുള്ള സീരിയലുകാർ കൊണ്ടുവരിക, അവരൊക്കെ അസുരന്മാർ. ഇങ്ങനെയൊന്നും നല്ല കഥയെ ഈ കഥകളൊക്കെ ചിത്രരൂപത്തിലൊക്കെ അവതരിപ്പിക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ ഋഷീശ്വരന്മാർക്ക് പറയാനുള്ളത് സ്വാർത്ഥന്മാരാണ് ആര്? അസുരന്മാരെന്ന് പറയുന്നത്. ജനറലി ഒരു കഥ പറയുമ്പോൾ അങ്ങനെയാണ് പറയുന്നത്. നിസ്വാർത്ഥന്മാരെയാണ് ദേവന്മാർ. അതുകൊണ്ട് അസുരന്മാർ പോലും വല്ലതും കിട്ടണമെന്നുണ്ടെങ്കിൽ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തുന്നത് ദേവന്മാരെയാണ്. ദേവന്മാരൊരിക്കലും തങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾക്ക് വേണ്ടി ആരെ തപസ് ചെയ്യാറില്ല? അസുരന്മാർ. അസുരന്മാരെന്ത് ചെയ്യണോ? ദേവന്മാരിൽ നിന്നും കിട്ടുന്ന വരങ്ങൾ അവരുടെ സ്വാർത്ഥത്തിന് വേണ്ടി അവർ ഉപയോഗിക്കുന്നു. ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പം പ്രപഞ്ചത്തിൽ എപ്പോഴും രണ്ട് മനസ്സുണ്ട്, സ്വാർത്ഥ മനസ്സുമുണ്ട്, നിസ്വാർത്ഥ മനസ്സുണ്ട്. ഇനി നിങ്ങളൊക്കെ ഒന്ന് കുട്ടിക്കാലത്തിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലൂ. എങ്ങനെയുള്ള മനസ്സായിരുന്നു നമുക്ക്? കുട്ടിക്കാലത്തെ പല സ്വഭാവങ്ങളും നിങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയില്ലേ? ഒട്ടും ഓർമ്മയില്ലേ സ്വാമി? അങ്ങനെയൊന്നും നിങ്ങൾ പറഞ്ഞാൽ സമ്മതിക്കില്ല. എല്ലാവരുടെ ഉള്ളിലും സ്വാർത്ഥതയുണ്ട്. പിന്നെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് കുറച്ച് കൊടുക്കാം, എന്നാലും പിടിച്ചു വയ്ക്കും. നമ്മൾ അങ്ങനെയൊന്നും കൊടുക്കില്ല. പിന്നെ നോക്കും, നമ്മുടെ ആളാണെങ്കിൽ കുറച്ച് കൂടുതൽ കൊടുക്കും. അങ്ങനെയൊക്കെയുള്ളൊരു മനസ്സ് നമ്മളിലുണ്ടെങ്കിൽ നമ്മളിലുമുണ്ടൊരു അസുരൻ, നമ്മളിലുമുണ്ടൊരു ദേവൻ. എല്ലാ മനസ്സിലും ഒരു വശത്ത് അസുരനുണ്ട്, ഒരു വശത്ത് ദേവനുണ്ട്. ഈ ദേവ അസുരന്മാരിൽ നിങ്ങൾ ആരുടെ പക്ഷത്താണോ അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ സ്വഭാവം. നിങ്ങൾ കൊടുക്കുന്ന മനസ്സുള്ളവരാണെങ്കിൽ നിങ്ങളുടെ കൂടെ ആരുണ്ട്? ദേവനാണ് നിങ്ങളുടെ സംസ്കാരം. എവിടെ കൊടുക്കുന്ന സംസ്കാരമുണ്ടോ, പങ്കുവെക്കുന്ന സംസ്കാരമുണ്ടോ, എവിടെ യജ്ഞ സംസ്കാരമുണ്ടോ അവിടെയെല്ലാം സർവഗതം ബ്രഹ്മ, സർവത്ര നിറഞ്ഞിരിക്കുന്ന ബ്രഹ്മം, ഈശ്വരൻ, ആ ബ്രഹ്മം അവരുടെ കൂടെ എപ്പോഴും ഉണ്ട്. ആരുടെ കൂടെ? ആരുടെ കൂടെ? പങ്കുവെക്കുന്നവരുടെ കൂടെ. ആരുടെ കൂടെ ഭഗവാനില്ല? അവരുടെ ഉള്ളിൽ ഭഗവാനുണ്ടെങ്കിലും അവരുടെ കൂടെ ഭഗവാനില്ല. ആരുടെ കൂടെ? പങ്കുവെക്കാത്തവരുടെ കൂടെ. അതുകൊണ്ടാണ് അവരിരുന്ന് അനുഭവിക്കുന്നതും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇതൊക്കെയാണ് നമ്മുടെ ഋഷീശ്വരന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പം യജ്ഞഭാവന ഉൾക്കൊണ്ട് ജീവിച്ചാൽ നമ്മൾ വാസ്തവം പറഞ്ഞാൽ പിന്നെ ദൈവത്തിനെ അന്വേഷിച്ച് എവിടെയും പോകേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അവരുടെ കൂടെ തന്നെ ഭഗവാനുണ്ട്. ഭഗവാൻ എന്ന് പറയുന്നത് തന്നെ സർവത്ര നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ഭഗവാൻ ആരോടെങ്കിലും റിസർവേഷൻ ഉണ്ടോ? ഭഗവാൻ തന്നെ പറയുന്നു, എനിക്ക് ശത്രുവുമില്ല, എനിക്ക് മിത്രവുമില്ല, എനിക്ക് പ്രിയനുമില്ല, അപ്രിയനുമില്ല, എനിക്ക് എല്ലാവരും ഒരേപോലെയാണ്. ഭഗവാൻ ആ രീതിയിലാണ് നമ്മളെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതം നമ്മൾ സ്വാർത്ഥതയിൽ നിന്നും ഏതിലേക്ക് കൊണ്ടുവരണം? നിസ്വാർത്ഥതയിലേക്ക് കൊണ്ടുവരണം. ഗീതയിലെ 3-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ വളരെ മനോഹരമായിട്ട് ഈ ശ്ലോകങ്ങൾ പറയും. അവിടെ യജ്ഞത്തെക്കുറിച്ച് വളരെ സുന്ദരമായിട്ടാണ് ഭഗവാൻ അവതരിപ്പിക്കുന്നത്. 3-ാമത്തെ ഭഗവത്ഗീതയിലെ 3-ാമത്തെ അധ്യായത്തിലെ 10-ാമത്തെ ശ്ലോകം മുതൽ ഇത് ആരംഭിക്കും. അവിടെ ഭഗവാൻ പറയും, സഹയജ്ഞാ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യദ്ധ്വം യേശവോത്തിഷ്ഠ കാമദൃ. പണ്ട് സൃഷ്ടിക കർമ്മങ്ങളൊക്കെ ചെയ്തപ്പോൾ അവിടുന്ന് പറയുകയാണ്, അനേന പ്രസവിശുദ്ധം. അനേന എന്ന് പറഞ്ഞാൽ ഇവിടെ ശബ്ദം യജ്ഞം കൊണ്ട് നിങ്ങൾ വർദ്ധിച്ചാലും യേശവോത്തിഷ്ഠ കാമദൃ, ഈ യജ്ഞഭാവന നിങ്ങളെ എല്ലാം തരുന്ന ഒരു കാമധേനുവായി മാറും. നിങ്ങൾക്ക് വേണ്ടതൊക്കെ എവിടുന്ന് കിട്ടും? എവിടുന്ന് കിട്ടും? യജ്ഞഭാവനയിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങൾ കൊടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ പ്രകൃതിയുടെ നിയമം അനുസരിച്ച് നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ ബാധ്യസ്ഥരാണ്. നിങ്ങൾ കൊടുത്തു വച്ചിട്ടില്ലെങ്കിൽ എടുത്തു വെച്ചതല്ല കിട്ടാൻ പോകുന്നത്, കൊടുക്കുന്നതാണ് കിട്ടാൻ പോകുന്നത്. കാരണം എവരി ആക്ഷൻ വിൽ ഫോളോ ഒരു റിയാക്ഷൻ. ഇത് പ്രകൃതിയുടെ നിയമമാണ്. എത്ര ഭൂമിയിൽ നിന്ന് വെള്ളം ആകാശത്തിലേക്ക് പോയിട്ടുണ്ടോ അവിടെ വെള്ളം എത്തിയാലേ അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു വരികയുള്ളൂ. അങ്ങോട്ട് പോയിട്ടില്ലെങ്കിലോ? കടൽ വെള്ളം മുഴുവൻ എടുത്തു വച്ചിരുന്നെങ്കിൽ ഒരു തുള്ളി വെള്ളവും മഴയായിട്ട് ഇങ്ങോട്ട് പെയ്യാൻ പോകുന്നില്ല. അങ്ങോട്ട് പോയാലേ ഇങ്ങോട്ട് വരുള്ളൂ, അല്ലേ? ഭൂമിയിൽ പെയ്താലേ നമുക്ക് പുഴയായി തിരിച്ചു കിട്ടാൻ പോകുന്നുള്ളൂ. അപ്പോൾ കർമ്മമുണ്ടെങ്കിലേ കർമ്മത്തിന് കർമ്മഫലമുള്ളൂ. കർമ്മഫലം ഉണ്ടാവണമെങ്കിൽ എന്ത് തന്നെ വേണം? കർമ്മം വേണം. അതുകൊണ്ട് നിങ്ങൾ യജ്ഞഭാവനയിൽ ജീവിക്കൂ എന്ന് പറയുമ്പോൾ നമ്മളോട് പറയുന്നത് എടുത്തു വയ്ക്കാനല്ല,
കൊടുക്കാനാണ്. ഇനി നോക്കൂ, നിങ്ങൾ ലോകത്തിലേക്ക് നോക്കൂ. നിങ്ങൾ ഈ ലോകത്തിൽ മനുഷ്യൻ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്താ? കാരണം അവനെടുത്തു വയ്ക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഇവിടെ ഉള്ളവനും ഉണ്ടായി, ഇല്ലാത്തവനും ഉണ്ടായി. അങ്ങനെയാണല്ലോ ഇവിടെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉണ്ടാവുന്നത്. ഇവിടെ ഈ ലോകം നല്ലതാണെങ്കിൽ ഇവിടെ രാഷ്ട്രീയ പാർട്ടിയുടെ ആവശ്യമില്ല, ഉണ്ടോ? ഇവിടെ റവല്യൂഷൻ്റെ ആവശ്യമില്ല, വിപ്ലവങ്ങളുടെ ആവശ്യമില്ല, ഉണ്ടോ? ഈ കമ്മ്യൂണിസം ആയാലും ശരി, ക്യാപിറ്റലിസം ആയാലും ശരി, ഡെമോക്രസി സിസ്റ്റങ്ങളായാലും ശരി, ഏത് സിസ്റ്റങ്ങളായാലും ശരി, ഇതൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇല്ലാത്തവനെ ഉള്ളവനാക്കി മാറ്റാനാണ്. അപ്പോൾ ഉള്ളവനും ഇല്ലാത്തവനുമുള്ളൊരു ഡിസ്റ്റൻസ് വരാൻ കാരണം ഉള്ളവൻ ഇല്ലാത്തവന് പങ്കുവെക്കുന്ന സ്വഭാവം നിർത്തിവെച്ചു. അതില്ലാതെയായി. പണ്ട് ആ സംസ്കാരം ഉണ്ടായിരുന്നു. ആ ഉള്ള സംസ്കാരമുള്ളത് കൊണ്ടാണ് ഈ പ്രപഞ്ചം നിലനിന്നത്. എന്നിട്ടോ അടുത്ത ശ്ലോകത്തിൽ പറയുകയാണ്, അതുകൊണ്ട് ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തുവാ പരസ്പരം ഭാവയന്ത ശ്രേയപരമവാപ്സ്യതാം. ദേവാൻ, ഇവിടെ ദേവാൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ഇന്ദ്രൻ തുടങ്ങിയിട്ടുള്ള ശക്തികളെ മാത്രമല്ല ദേവൻ എന്ന് ഇവിടെ പറയുന്നത്. ഇവിടെ ദേവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിലനിൽപ്പിന് ആരൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ടോ അവരൊക്കെ ദേവന്മാരാണ്. അതായത് പ്രകൃതി എന്നർത്ഥം. നാം വസിക്കുന്ന പ്രകൃതി തന്നെയാണ് ദേവന്മാർ. രമണ മഹർഷിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അഷ്ടമൂർത്തിഭൃത് ദേവപൂജനം. രമണ മഹർഷി വിഗ്രഹങ്ങളെയല്ല ദേവൻ എന്ന് പറയുന്നത്, അഷ്ടമൂർത്തി. അഷ്ടമൂർത്തി എന്ന് പറഞ്ഞാൽ പല മൂർത്തികളും കേട്ടിട്ടുണ്ടല്ലോ സ്വാമി. രാമമൂർത്തി, കൃഷ്ണമൂർത്തി, ഇതേത് മൂർത്തിയാണ്? അഷ്ടമൂർത്തി. അഷ്ടമൂർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചൊരു ആധ്യാത്മിക ചിന്തനമുള്ളവരാണെങ്കിൽ വേഗം മനസ്സിലാവും. അഷ്ടം എന്നുള്ള ശബ്ദം കൊണ്ട് അർത്ഥമെടുക്കുന്നത് 8 പ്രകൃതികളാണ്. ഏതൊക്കെയാണ് അത്ര? അത് ഭൂമി, വെള്ളം, അഗ്നി, വായു, ആകാശം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം. ഞാൻ പറയുന്നതല്ലേ, ഭഗവാൻ പറഞ്ഞു വെച്ചതാണ്. ഭൂമിരാപ്പോനലോ വായു ഖമ്മനോ ബുദ്ധിരേവച അഹങ്കാര ഇതീയം മേ ഭിന്നാ പ്രകൃതി അഷ്ടത. ഇതിനെയാണ് 8 പ്രകൃതികൾ എന്ന് വിളിക്കുന്നതെങ്കിൽ ഈ പ്രകൃതിയെ തന്നെയാണ് ഈശ്വരനായി, ദേവനായി കാണുന്നതെങ്കിൽ ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തുവാ. ആ ദേവന്മാരെ നിങ്ങൾ സേവിക്കുകയാണെങ്കിൽ ആ ദേവന്മാർ നിങ്ങളോടും സഹകരിക്കും. പരസ്പരം ഭാവയന്ത, അങ്ങോട്ടും ഇങ്ങോട്ടും സേവിച്ചുകൊണ്ട് ഭാവന ചെയ്തുകൊണ്ട് ശ്രേയപരമവാപ്സ്യത, നിങ്ങൾ ശ്രേയസ്സിലേക്ക് ഉയർന്നാലും. അതിന് പകരം നമ്മൾ എന്ത് ചെയ്തു? പരസ്പരം പാരയന്ത. നമ്മളെ പഠിപ്പിച്ചത് ഭാവയന്ത എന്നാണ്. നമ്മളതിനെ മാറ്റിയിട്ട് എന്ത് പറഞ്ഞു? അതിനെ പാര വെച്ചാൽ മതി എന്ന്. അങ്ങനെ നമ്മൾ ആ സിസ്റ്റം നശിപ്പിച്ചു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഏറെക്കുറെ നമ്മൾ പ്രകൃതിയെ നശിപ്പിച്ചു. അതുകൊണ്ട് നോക്കൂ, ഇപ്പോൾ കടകളിലൊക്കെ നിങ്ങൾക്ക് കാണാം രാസവസ്തുക്കളിട്ട് നശിപ്പിച്ച ഒരു വർഗം സാധനങ്ങൾ. പിന്നെ അവർ പറയുന്നത് ഓർഗാനിക് ആണ് അത്രേ. ഓർഗാനിക് എന്ന് പറയുന്നത് വലിയൊരു കണ്ടുപിടുത്തം പോലെയാണ് ഇപ്പോഴത്തെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. നമ്മുടെ പൂർവികന്മാർ ഈ ഭൂമിയിൽ ചാണകവും വളയോട്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ് ഇന്ന് വലിയ ഓർഗാനിക് സാധനങ്ങളായിട്ട് കൊണ്ടുവരുന്നത്. സിസ്റ്റങ്ങളൊക്കെ നമ്മൾ താളം തെറ്റിച്ചു പ്രകൃതിയെ, അല്ലേ? എവിടെ നോക്കിയാലും പുഴകൾ സംരക്ഷിക്കണം എന്ന് പറയണു, ഒരു വശത്ത് മണൽ വാരി കൂട്ടണു. എന്നിട്ട് നമ്മൾ പുഴ സംരക്ഷിക്കാൻ പറ്റുമോ? എല്ലാവർക്കും വലിയ വലിയ കെട്ടിടങ്ങളിൽ താമസിക്കണം, എന്നാൽ പുഴ സംരക്ഷിക്കാൻ വേണം. സാധിക്കുമോ? സാധിക്കില്ല. അപ്പോൾ സിസ്റ്റങ്ങൾ മുഴുവൻ താളം തെറ്റിച്ചിട്ട് ഇത് നേരെയാക്കണം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. നമ്മുടെ മൊത്തമുണ്ടല്ലോ പ്രകൃതിയെ മുഴുവൻ നമ്മുടെ മനുഷ്യൻ്റെ സുഖങ്ങൾക്ക് വേണ്ടി, അവൻ്റെ സൗകര്യത്തിന് വേണ്ടി അവൻ താളം തെറ്റിച്ച് കളഞ്ഞു. ഇനി ഇതിനെ തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു ഭഗീരഥ പ്രയത്നം ചെയ്താലും സാധ്യമാവുമോ എന്നുള്ളതൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. കാരണം ശാസ്ത്രജ്ഞന്മാർ ഇപ്പം തന്നെ ഉത്കണ്ഠ കൊണ്ട് പറയുകയാണ്, ഗ്ലോബൽ വാർമിംഗ് കൂടി വരുന്നു, ആ പ്രശ്നം കൂടി വരുന്നു, ഈ പ്രശ്നം കൂടി വരുന്നു, ഐസ് ഉരുകി തീർന്നുകൊണ്ടിരിക്കുന്നു, പ്രശ്നം കൂടുതലാവുകയാണ്, രൂക്ഷമാവുകയാണ്, വരൾച്ച കൂടാൻ പോവുകയാണ്. ഇതൊക്കെ പറഞ്ഞാലും മനുഷ്യൻ്റെ ബേസിക് സ്വഭാവങ്ങളൊന്നും ഇനി മാറ്റാൻ പോകുന്നില്ല. ഉണ്ടോ? നോക്കൂ, നമ്മൾ എത്രത്തോളം അടിമകളായി തീർന്നു എന്നുള്ളത്. വളരെ വളരെ അടിമകളായി തീർന്നപ്പോൾ. ഇപ്പം നിങ്ങൾക്ക് വെള്ളത്തിന് വേണമെങ്കിൽ കോർപ്പറേഷനെ ആശ്രയിക്കണം, വേണ്ടേ? പണ്ട് നമ്മുടെ വീടുകളിൽ ഗവൺമെൻറ്റിന് എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും നമ്മളെ ബാധിക്കില്ലായിരുന്നു. ലോറി സമരം നമ്മളെ ബാധിക്കില്ലായിരുന്നു, ഉണ്ടോ? കാരണം നമ്മുടെ വീട്ടിൽ അത്യാവശ്യം പച്ചക്കറി സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമുക്ക് കത്തിക്കാൻ ഗ്യാസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഊതാം. വിറകുണ്ടായിരുന്നു, നമുക്ക് കരി പിടിച്ചാലും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഒരുവിധ സാധന സൗകര്യങ്ങളൊക്കെ നമ്മുടെ വീടുകളിലുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ലോറി സമരം പ്രശ്നമാണ്, പെട്രോളിന് വില കൂടിയ പ്രശ്നമാണ്. ആണോ അല്ലയോ? നമ്മൾ അത്രത്തോളം
അടിമപ്പെട്ടു പോയി പറയാണ്. ഈ ലോകത്തിൻ്റെ അടിമപ്പെട്ടു പോയി. ഇനിയിപ്പം നമ്മൾ വിചാരിച്ചാൽ പോലും ഇതിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഇതൊക്കെ മാറി വരും. ഗ്യാസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെന്താ വായു ആഹാരം കഴിക്കുമോ? നിങ്ങൾ വീണ്ടും പഴയതുപോലെ കൂട്ടും വിറക്? സംശയമൊന്നുമില്ല അതിൽ, യാതൊരു വിഷമവുമില്ല കാര്യത്തിൽ. നമ്മൾ ഇപ്പോൾ പച്ചക്കറി തമിഴ്നാട്ടിൽ നിന്ന് വരില്ല എന്നിട്ട് കഴിഞ്ഞാൽ നിങ്ങളത് വായു ഒഴിക്കുമോ? നിങ്ങൾ പോവും ഗ്രാമത്തിലേക്ക്, എവിടെന്നെങ്കിലും സാധനങ്ങൾ, അല്ലെങ്കിൽ ടെറസിൻ്റെ മുകളിൽ നിങ്ങൾ ചട്ടി വെച്ചിട്ട് അതിൽ മണ്ണ് നിറച്ചിട്ട് നിങ്ങൾ വെണ്ടയ്ക്കയും തക്കാളിയും ഇതൊക്കെ കുഴിച്ചിടും. പിന്നെ ഓരോ വീടുകളിലുണ്ടല്ലോ മത്സരമായിരിക്കും. ഇതൊക്കെ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. കാരണം നമുക്ക് ജീവിക്കണമെങ്കിൽ ഇതൊക്കെ ആവശ്യമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സുഖസൗകര്യങ്ങളിലേക്ക് നോക്കിയപ്പോൾ നമ്മൾ ക്രമേണ എന്ത് ചെയ്തു? അങ്ങോട്ട് കൊടുക്കുന്നതിന് പകരം ഇങ്ങോട്ട് എടുക്കുക എന്നുള്ള സ്വഭാവം വന്നപ്പോൾ പ്രകൃതിയിൽ മുഴുവൻ താളം തെറ്റി. നോക്കൂ ഇന്ന് എവിടെ എത്തി കാര്യങ്ങൾ എന്നുള്ളത്. ഇന്നിപ്പോൾ ഒരു ജോലി വേണമെങ്കിൽ നമുക്കൊരാളെ ആശ്രയിക്കേണ്ടിയിരിക്കണോ ഇല്ലേ? ജീവിക്കണം എന്നുണ്ടെങ്കിൽ മറ്റൊരാളെ ആശ്രയിക്കേണ്ടിയിരിക്കണം. ഇവിടെയൊക്കെയാണ് ഭാരതീയ ഋഷീശ്വരന്മാർ കണ്ടെത്തിയ വലിയ ഒരു സംസ്കാരം.